പ്രഷർ കുക്കർ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല രുചിയുള്ള പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. ഇത് ചോറ് അതുപോലെ ചപ്പാത്തിയിലേക്കൊക്കെ ബെസ്റ്റാണ്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അളവിൽ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, തൂർ ഡാൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് അളവിൽ തുവരപ്പരിപ്പും 1/4 കപ്പ് ചെറുപയർ പരിപ്പും എടുക്കാവുന്നതാണ്. പരിപ്പ് 1-2 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. പ്രഷർ കുക്കർ എടുത്ത് വെക്കുക. സ്റ്റൗ ഓൺ ചെയ്യരുത്. ഇതിലേക്ക് ആദ്യം തന്നെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഒരു മീഡിയം സൈസ് തക്കാളി വലിയ പീസുകളാക്കിയത്, 4 പച്ചമുളക് നെടുകെ കീറിയത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 2 വെളുത്തുള്ളി അല്ലി അങ്ങനെ ഇട്ട് കൊടുക്കുക. പരിപ്പ് കറിയിൽ നമ്മൾ സാധാരണയായിട്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കും. വറവിടുന്ന സമയത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 2 ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിയിലേക്ക് വേണ്ട വെള്ളവും ചേർത്ത് കൊടുക്കാം. ഞാൻ 3 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ വരുന്നവരെ വേവിക്കുക. പല ഭാഗത്തും കിട്ടുന്ന പരിപ്പിൻ്റെ വേവിൽ വ്യത്യാസം ഉണ്ടാവും. പ്രത്യേകിച്ചിട്ട് UAE-ലൊക്കെ കിട്ടുന്ന പരിപ്പ് 1-2 വിസിലിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ താനെ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്കൊന്ന് വറവിട്ട് ചേർക്കണം. എന്നാൽ മാത്രമേ കറിക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. വറവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 5 വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 6 ചെറിയുള്ളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് ഇളക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ചെറിയ തീയിൽ വേവിക്കുക. കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇതിലേക്കിനി 3 വറ്റൽമുളക് പീസുകളാക്കിയതും കൂടി ചേർത്ത് ഇളക്കാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരല്ലി കറിവേപ്പിലയും കൂടെ തന്നെ ഒരു നുള്ള് അളവിൽ മാത്രം കായം പൊടിയും ചേർത്ത് ഒരു 10 സെക്കൻഡ് സമയം മിക്സ് ചെയ്തിട്ട് ഈ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. വറവിൻ്റെ ആ ഫ്ലേവറൊക്കെ ശരിക്കും കറിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് തുറന്ന് മിക്സ് ചെയ്യാം. കായം പൊടി ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടി കൂടും. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. ബാച്ചിലേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ മുമ്പ് ചെയ്ത 1-2 ഈസി കറികളാണിത്. വീഡിയോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.